രണ്ടാമത് വേറൊരു ഉദാഹരണം പറയാം. കർത്താവ് ഗദരദേശത്ത് ചെല്ലുകയാണ്. അവിടെ 6000 ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ കർത്താവിനെ എതിരേറ്റു വന്നു. എന്നിട്ട് ഈ ഭൂതങ്ങളെല്ലാം കൂടെ അവനെ കൊണ്ട് പറയിപ്പിക്കുക, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നതാണോ? പാതാളത്തിലോട്ട് പോകാൻ ഞങ്ങളോട് പറയല്ലേ? ഇതേ കുറച്ച് പന്നികൾ അവിടെ മേയുന്ന, അങ്ങോട്ട് പോകാൻ ഞങ്ങളോട് പറ. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഭൂതങ്ങൾ ആ കർത്താവിനോട് ചോദിക്കുന്നേ. അപ്പൊ ഭൂതങ്ങൾ പന്നികളിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടത് കൊണ്ട് ഭൂതങ്ങൾ ചോദിച്ചാൽ ഞാൻ അനുവദിക്കുകയില്ല, അതുകൊണ്ട് കഴുതകളിലേക്ക് പോയാൽ മതിയെന്ന് കർത്താവ് പറഞ്ഞില്ല. ഭൂതങ്ങൾ ആവശ്യപ്പെട്ടതും നടക്കട്ടെ എന്ന് വെച്ചു. ഒരാമേൻ. ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ചോദിക്കുന്നതെല്ലാം ദൈവം തരുന്നുണ്ടെന്നേ. ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെല്ലാം കിട്ടുന്നുണ്ട്. ദൈവിക അംഗീകാരത്തിൻ്റെ മുദ്രയായി പലരും ചിന്തിക്കുന്നത് ചോദിക്കുന്നതെല്ലാം കിട്ടുന്നതാണ്. ചോദിക്കുന്നതെല്ലാം കിട്ടുന്നതല്ല. ദൈവസ്നേഹത്തിൻ്റെ തെളിവ് ദൈവകൽപ്പനയെ അറിഞ്ഞ് ദൈവകൽപ്പനയെ അനുസരിച്ച് നിത്യതയുടെ വെളിപ്പാടുണ്ടായി നിത്യതയ്ക്ക് അനുയോജ്യമായി മണ്ണിൽ ജീവിക്കുന്ന ഒരു ജീവിതചര്യയുണ്ട്. അതാണ് ദൈവസ്നേഹത്തിന്റെ വെളിപ്പാട്. അതരം തുറന്ന വാക്കിന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? ലോകത്തിന്റെ കാഴ്ചപ്പാടാകരുത് നമ്മുടെ കാഴ്ചപ്പാട്. വികലമാണത്, വികലമാണ്. ലോകത്തിന് അങ്ങനെ വികലമായ കാഴ്ചപ്പാടില്ല. ഇപ്പൊ നമുക്ക് കൊണ്ടൊരു വികലത, ചോദിക്കുന്നതെല്ലാം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പിന്നത്തെ പിറുപിറുപ്പ് ദൈവത്തിന് എന്നോട് സ്നേഹമൊന്നും. നമ്മൾ ചോദിക്കുന്നതെല്ലാം നമുക്ക് തരാത്തതാ ദൈവത്തിന്റെ സ്നേഹം. ഞാനിപ്പോൾ അതിൻ്റെ തെളിവിലേക്ക് പോയി നമ്മുടെ വിഷയം വിട്ടു പോകുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നാലും ഒന്ന് ഞാൻ സൂചിപ്പിച്ചേക്കാം. പൗലോസിനെ ജഡത്തിലൊരു ശൂലം ഉണ്ടായിരുന്നു. ഒരു ആമേനെന്ന് പറഞ്ഞ് അത് തന്നെ വിട്ടു മാറാൻ 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു. പൗലോസിനെ പോലൊരു മനുഷ്യൻ 3 പ്രാവശ്യം ഒന്നും അപേക്ഷിക്കേണ്ട, ഒറ്റ പ്രാവശ്യം അപേക്ഷിച്ചാൽ മതിയല്ലോ. ആരാ അദ്ദേഹം? ഉടനെ കർത്താവ് പറഞ്ഞു, 1-ാം പ്രാവശ്യം ചെന്നപ്പോൾ പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാ. ദൈവം നോയെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും 2ാമതും പൗലോസ് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ പൊന്നു കർത്താവേ. 2ാമതും കർത്താവിൻ്റെ മറുപടി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ. 3ാമതും ചെന്നെന്ന്. ഈ ഒരു കാര്യം ദൈവം നോയെന്ന് പറഞ്ഞാൽ പിന്നെ ദൈവത്തെ ആ കാര്യത്തിൽ പ്രയാസപ്പെടുത്തുന്ന ആളല്ല പൗലോസ്. രാമേനൊന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ 3ാമതും ഇതൊന്നും മാറ്റാമോ എന്ന് ചോദിച്ചു ചെല്ലാൻ കാരണം എന്താണെന്നറിയാവോ? ഒരു മനുഷ്യൻ എന്ന നിലയിൽ തനിക്ക് സഹിക്കാനും താങ്ങാനും കഴിയാത്ത വേദനയും നൊമ്പരവും ആരോഹം. അതുകൊണ്ടാണ് 3ാമതും ചെന്നത്. സാധാരണ വേദനയൊന്നും അത്ര കാര്യമാക്കുന്ന ആളല്ല പൗലോസ്, അല്ലേ? ഫിലിപ്പിയിൽ വെച്ച് അടിച്ച് പുറം പൊളിച്ച് വലിച്ചടച്ച് കാരാഗ്രഹത്തിലാക്കി ആമത്തിലിട്ട് പൂട്ടിയപ്പോൾ അർദ്ധരാത്രിയിൽ വേദന കൊണ്ട് നീറാതെ, ദൈവത്തിന് സ്തോത്രം, ഒരു വിങ്ങല് പോലും വേദനയുടെ ആധിക്യ നിമിത്തം ഉണ്ടാകാതെ തിരുനാമം നിമിത്തം കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ യോഗ്യരായി തീർന്നതുകൊണ്ട് ആ കാരാഗ്രഹത്തെ ആരാധനയുടെ പറുദീസയാക്കി മാറ്റിയ ആ വേദനയെ ദൈവശക്തി കാരാഗ്രഹത്തിൽ കൊണ്ടുവരാൻ ഉപാധിയാക്കി മാറ്റിയ മനുഷ്യനാണ് പൗലോസ്. ഇപ്പൊ സാധാരണ വേദനയൊന്നും വിഷയമല്ല. പക്ഷെ 3ാമതും ചെന്നിങ്ങനെ കഞ്ചണമെങ്കിൽ, കർത്താവേ, പൗലോസിനെ കർത്താവ് സ്നേഹിക്കാത്തതുകൊണ്ടാണോ?
ഞാനതിൻ്റെ ലളിതവൽക്കരണം പറയാം. ഞാൻ ഈ ശൂലം മാറ്റി നീ നിഗളിയായി നരകത്തിൽ പോണോ, അതോ ഈ ശൂലം കൊണ്ട് 10, 40, 50, 60 വർഷം ജീവിച്ച് സ്വർഗത്തിൽ വരണോ? ശൂലം മാറ്റി നരകത്തിൽ പോണോ, ശൂലം ആയി മണ്ണിൽ ജീവിച്ച് നിനക്ക് നിത്യതയിലെത്തണോ? ഇന്ന് രാത്രി സ്തോത്രം പറ. ചോദിച്ചതെല്ലാം തന്നില്ല എന്നുള്ളത് കൊണ്ട്, ആഗ്രഹിച്ചതെല്ലാം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് മനുഷ്യനോട് മുഷിയരുത്, ദൈവത്തോട് പിറുപിറുക്കരുത്. നമ്മുടെ നിത്യതയ്ക്ക് അനുയോജ്യമായത്, ഏറ്റവും ഉത്തമമായതെന്തോ അത് തരികയും നിത്യതയിൽ നിന്ന് നമ്മെ അകറ്റാൻ സാധ്യതയുള്ളതല്ല എന്റെ ദൈവം വിലക്കുകയും ചെയ്യുമ്പോൾ, തരുന്നതിനും വിലക്കുന്നതിനും ഒരുപോലെ ദൈവത്തിന് സ്തോത്രം എന്ന് പറയാൻ ഇന്ന് രാത്രി മനസ്സുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറയാ. എന്ത് കാര്യം ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാലും ഇങ്ങനൊരു കാര്യം പറഞ്ഞേക്കണം. ഒരു മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ ആഗ്രഹങ്ങളും ഇച്ഛകളും താല്പര്യങ്ങളും സ്വപ്നങ്ങളും അങ്ങയോട് പറഞ്ഞെന്നേ ഉള്ളൂ. ആദിയിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ വരുവാനുള്ളതും അറിയാവുന്നത് അങ്ങേക്കാണ്. ഞാൻ ചോദിച്ചു എന്നുള്ളത് കൊണ്ട്, ഞാൻ ആഗ്രഹിച്ചു എന്നുള്ളത് കൊണ്ട്, ഞാൻ ഇച്ഛിച്ചു എന്നുള്ളത് കൊണ്ട്, ഞാൻ സ്വപ്നം കണ്ടു എന്നുള്ളത് കൊണ്ട് എനിക്കത് തരരുത്. എനിക്കത് ഗുണമാകുമോ ദോഷമാകുമോ, അതെനിക്ക് നിത്യതയെ ബാധിക്കുന്നതാകുമോ അല്ലാത്തതാകുമോ എന്നറിയാവുന്നത് ത്രികാലവേദിയും കാലത്രയങ്ങൾ കയ്യിലുള്ളവനുമായ അങ്ങയ്ക്ക് മാത്രമാണ്. സർവജ്ഞാനിയായ അങ്ങയ്ക്ക് മാത്രമാണ്. അങ്ങയുടെ ഹിതത്തിനകത്തും അങ്ങയുടെ പദ്ധതിക്കകത്തും അങ്ങയുടെ നിയോഗത്തിനകത്തും മാത്രമുള്ളത് എനിക്ക് തന്നാൽ മതി. അങ്ങയുടെ ആലോചനയാൽ, എല്ലാവരും കരമുയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്തു പറ, അങ്ങയുടെ ആലോചനയാൽ അങ്ങനെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളൂ. കർത്താവ് ഭൂതങ്ങളോട് പറഞ്ഞു, പന്നികളിലേക്ക് പോകണം. നമുക്കൊരു ചെറിയ കണക്ക്, അങ്ങനെ എടുക്കരുത്, മനസ്സിലാവും. അവർ ഓരോ പന്നികളിൽ 3 ഭൂതങ്ങൾ വീതം ചെന്ന് കയറിയെന്ന് എൻ്റെ ചിന്ത. കാരണം പന്നികൾ 2000 പറ, ഭൂതങ്ങൾ 6000. അപ്പം ശരാശരി 2000-ലേക്ക് ഓരോന്നിൽ വീതം 3 വീതം നമുക്കങ്ങ്, ഇനി 3 ആണേലും 4 ആണേലും 1 ആണേലും പന്നികളിലേക്കാണല്ലോ ചെന്ന് കയറിയത്. അപ്പൊ ഈ പന്നികൾ തീരുമാനിച്ചു, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ചത്തേക്കാം. 2000 പന്നികളും ഒരുപോലെ കടലിൽ ചാടി ചത്തു. നമ്മുടെ ഗ്രാമീണ ഭാഷയെ പറഞ്ഞ ആത്മഹത്യ ചെയ്തു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, പന്നികൾക്ക് ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പന്നികൾക്കെന്നല്ല, ഒരു നാൽക്കാലികൾക്കും ഒരു ഇഴജാതികൾക്കും ഒരു പക്ഷിവർഗത്തിനും ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആത്മഹത്യ എന്താണെന്ന് അറിയാൻ പോയിട്ട് ജീവിതം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ജനിച്ചു പോയതുകൊണ്ട് ജീവിക്കുന്നു, ചാകുമ്പം ചാകുന്നു എന്നുള്ളതല്ലാതെ, അല്ലേ, അറിഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ അതുങ്ങൾക്ക് പറ്റില്ല. ബോധപൂർവം നമ്മളൊരു നായയെ സ്നേഹിച്ച് വളർത്തി. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? കളമശ്ശേരി. കളമശ്ശേരിയിൽ ഒരു ആൻറ്റി നായയെ സ്നേഹിച്ച് വളർത്തി 4 വർഷമായിട്ട് അവൻ കൂടെ ഉണ്ട്. 4ാമത്തെ വർഷം അവൻ്റെ കുസൃതി കാണിച്ചപ്പോൾ ആൻറ്റിയെ ദേഷ്യപ്പെട്ട് ആ ദേഷ്യം മുഴുവൻ തീർക്കത്തക്ക നിലയിൽ 2 അടി ഇട്ട് കൊടുത്തു. ഉടനെ കഴിഞ്ഞ 4 വർഷമായി ഈ അമ്മയെ കാണുമ്പം ഞാൻ എൻ്റെ വാല് മുറിഞ്ഞു പോകുന്നത് പോലെ വാലാട്ടിക്കാട്ടി എൻ്റെ സ്നേഹം കാണിച്ചിട്ട് എന്നെ ഇതുപോലെ നിഷ്കരണം തല്ലാൻ തോന്നിയല്ലോ. ഇനി ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നില്ല, ഞാൻ പോയി ചാകാൻ പോവാന്നും പറഞ്ഞ് ഈ റോഡിലൂടെ പോകുന്ന ഒരു KSRTC ബസ്സിൻ്റെ അടിയിൽ പോയി തല വെച്ച് അത് നിങ്ങൾ ചാകില്ല. കാരണം അറിഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ അതുങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അറിഞ്ഞുകൊണ്ട് ഈ അഖിലാണ്ട കടാകത്തിൽ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റുന്നത് മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ 1999 അല്ല, 2000 എണ്ണവും കടലിൽ ചാടിച്ചത്തില്ലേ? ഒന്ന് ആമേനൊന്ന് പറഞ്ഞേ. 2000 എണ്ണം ചാടാൻ കാരണം ഒരുപോലെ ചാടണമെങ്കിൽ ഓടിയതിൻ്റെ ഇടയ്ക്ക് ഈ വഴുതി വീണതല്ലല്ലോ.
വഴുതി വീണതായിരുന്നെങ്കിൽ ഒന്നെങ്കിലും മിച്ചം വരികയില്ലായിരുന്നോ? ഒരാമേനൊന്ന് പറഞ്ഞേ. അപ്പൊ 2000 എണ്ണവും ചാകണമെങ്കിൽ അർത്ഥം ഇത് യാദൃച്ഛികമല്ല, പന്നിയുടെ സ്വഭാവവും അല്ല, പന്നിയിൽ കയറിപ്പറ്റിയ ദുരാത്മാവിൻ്റെ പ്രവണതയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദുരാത്മാവിൻ്റെ പ്രവണത എന്താ? ഇത് കയറുന്നതിനെ കൊല്ലുന്നതാണ്, ഇത് കയറുന്നതിനെ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നതാണ്. ദുരാത്മാക്കൾ എന്തൊക്കെ ചെയ്യുന്നു അത് വേദപുസ്തകത്തിലെ മനോഹരമായൊരു പഠനമാണ്. ആത്മഹത്യകളുടെ പിറകിൽ, കൊലപാതകങ്ങളുടെ പിറകിൽ, രക്തച്ചൊരിച്ചിലുകളുടെ പിറകിൽ, വഴിവിട്ട ജീവിതങ്ങളുടെ പിറകിൽ ഒക്കെ കുടിയിരിക്കുന്ന പൈശാചിക ശക്തികൾ ഉണ്ടെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം. അതരം തുറന്ന് ആമേൻ പറയാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? എന്നാൽ ആ ദുരാത്മാവിന്റെ സ്വാധീനത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന് ഈ രാത്രി സ്തോത്രമെന്ന് പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഞാനൊരു വിഷയം ഒന്ന് തെളിയിക്കാനാ. അപ്പൊ ഈ ദുരാത്മാവിന്റെ സ്വഭാവം എന്താ? ഈ ദുരാത്മാവിന്റെ സ്വഭാവം കയറുന്നതിനെ കൊല്ലുന്നതാ, ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നതാ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഈ 6000 ദുർഭൂതങ്ങൾ വർഷങ്ങളായി ഇവനിൽ കൂടിയിരിക്കുകയല്ലേ? എന്തിനാ ഇവനിൽ കൂടിയിരിക്കുന്നേ? ജീവിപ്പിക്കാനാണോ? അല്ല, കൊല്ലാനാ കൂടിയിരിക്കുന്നേ, ആത്മഹത്യ ചെയ്യിപ്പിക്കാനാ കൂടിയിരിക്കുന്നേ. പക്ഷെ വർഷങ്ങൾ ഇവനെ കൊല്ലാൻ ഇവനിൽ ഈ ദുരാത്മാക്കൾ കൂടിയിരുന്നിട്ട് എന്താ ഇവനെ കൊല്ലാൻ പറ്റിയില്ല? കൊല്ലാൻ പറ്റാഞ്ഞതിൻ്റെ കാരണം ഞാൻ പറയാം. ദക്കപ്പൊലി നാട്ടിൽ അവനെ ഒരു മിഷണറി ആക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി അവൻ്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കെ 6000 അല്ല 60 കോടി ദുർഭൂത ശക്തികൾ അവനെതിരെ തട്ടിട്ട് തുള്ളിയാലും അവൻ്റെ ഒരു തലമുടി നാരിനെ തൊടാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. കൃപ ലഭിച്ച ദൈവമക്കൾ, അഭിഷക്തന്മാർ ഇന്ന് രാത്രി സിംഹഗർജനം പോലെ സ്തോത്രം ചെയ്തു പറ. മുൻ നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോ സകലതും തന്റെ പുസ്തകത്തിൽ എഴുതി തയ്യാറാക്കിയ ദൈവം എന്റെ കൊച്ചു ജീവിതം കൊണ്ട് ഈ മണ്ണിൽ നിവർത്തിക്കേണ്ട കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം തയ്യാറാക്കിയിട്ടുണ്ട്. ആ ദൈവിക പദ്ധതികൾ മണ്ണിൽ പൂർത്തീകൃതമാകുന്നിടം വരെ ഒരു ദുഷ്ട ശക്തികളും ഒരന്ധകാര ശക്തികളും എനിക്കൊരു കേടും വരുത്താതെ തന്റെ സുരക്ഷിത വലയത്തിനകത്ത് എന്നെ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു എന്ന് തിരിച്ചറിവുള്ള അഭിഷക്തന്മാർ, തിരിച്ചറിവുള്ള ദൈവമക്കൾ കരമടിച്ച് അന്യഭാഷയിൽ അല്പനിമിഷം ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. നിങ്ങൾ ആ മനുഷ്യനെ കണ്ടോ? സുബോധമൊക്കെ വന്ന് വസ്ത്രം ധരിച്ച് അവൻ തെക്കപ്പള്ളി നാട്ടിൽ കർത്താവിനെ പ്രസംഗിച്ച് നടക്കുക. ആ നാട്ടുകാരെന്ത് ആദരവോടെ അവനെ കാണുന്നേ. പണ്ടോ? ഇപ്പൊ അവനെ കാണുമ്പോൾ ഭയഭക്തി ബഹുമാനം ആദരവോടെ എഴുന്നേറ്റ് നിൽക്കുക. പണ്ടോ അവനെ കാണുമ്പോഴൊക്കെ നാട്ടുകാർ ഇരുമ്പ് ചങ്ങലയെ കൊണ്ട് നടക്കുക. പക്ഷെ നാട്ടുകാർ വെച്ച് പിടിപ്പിച്ച ഇരുമ്പ് ചങ്ങലയൊക്കെ അവൻ ഉരുമി പൊടിച്ച് ദൂരെ കളഞ്ഞു. ഞാൻ എൻ്റെ ഗ്രാമീണ ഭാഷയിൽ ഇങ്ങനെ പറയാം, അവൻ ഒരു കാലത്ത് ആ നാടിൻ്റെ കണ്ണിലെ കരടായിരുന്നു. ഇന്നവൻ ആ നാടിൻ്റെ കണ്ണിൽ ഉണ്ണിയാ. സുവിശേഷത്തിന് ആരെയാ മാറ്റാൻ കഴിയാത്ത? യേശുവിൻ്റെ സ്നേഹത്തിന് ആരെയാ സ്വാധീനിക്കാൻ കഴിയാത്ത? യേശുവിന് ആരെയാ മാറ്റിമറിക്കാൻ കഴിയാത്തത്? ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരോട് പറയുകയാണ്, നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു ചിലരുടെ മാറ്റത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് മാറ്റം ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ചിന്തിച്ച സമയത്ത് അതിന് ഒരു മാറ്റം സംഭവിച്ചില്ല എന്നുള്ളത് കൊണ്ട് പ്രതീക്ഷ കൈവിടരുത്, പ്രാർത്ഥന നിർത്തരുത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രാർത്ഥനയുടെ മറുപടി എന്ന നിലയിൽ ചിലതിൽ അസാധാരണ മാറ്റങ്ങൾ സംഭവിക്കുന്നത്
ദൈവം ഇന്ന് രാത്രി വചനത്തിന്റെ ദൂത് ഇതിനകത്ത് ഉറപ്പായി കൈമാറുന്നു. ഒനേസിമോനോസിനെ കുറിച്ച് ഫിലേമോനോട് പൗലോസ് പറയാം, മുമ്പേ അവൻ നിനക്ക് പ്രയോജനമില്ലാത്തവൻ, ഇപ്പൊ എനിക്കും നിനക്കും ഒരാമേൻ പറയാമോ? ഇപ്പോൾ എനിക്കും നിനക്കും ഒരുപോലെ പ്രയോജനമുള്ളവൻ. ആരെയും എഴുതി തള്ളണ്ട, പ്രതീക്ഷ കൈവിടണ്ട. പോക്ക് കണ്ടിട്ട് ഗുണം പിടിക്കുന്ന ലക്ഷണമില്ലെന്ന് പറയരുത്. വെറുതെ അവന് വേണ്ടി അവക്ക് വേണ്ടി കരയുന്നതാണെന്ന് പറയരുത്. വെറുതെ ഉപവസിക്കുന്നതാണെന്ന് പറയരുത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ദേഹോപയാൽ സംഭവിച്ചു മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് തുള്ളിച്ചാടി സ്തോത്രം ചെയ്ത് പറയത്തക്ക നിലയിൽ അസാധാരണ മാറ്റങ്ങൾ ചിലതിൽ സംഭവിക്കുന്നതിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവ വചനത്തിലൂടെ ഉറപ്പായി ദൈവാലോചന കൈമാറുന്നു. നമുക്ക് അവനോട് ചോദിക്കാം, നീ അങ്ങനെ ഇങ്ങനായേ? അവൻ പറയും, വസ്ത്രം പോലും ധരിക്കാതെ ശവക്കല്ലറുകളിൽ രാപാർത്ത് 6000 ദുർഭൂതങ്ങൾ കുടിയിരുന്ന ഒരു മുഴുഭ്രാന്തനായി. ആർക്കും വേണ്ടാതെ ആ ഭൂതങ്ങൾ എന്നെ കൊല്ലാൻ കൊണ്ട് നടന്നപ്പോൾ ഞാൻ പോലും അറിയാതെ തൻ്റെ പദ്ധതിയിൽ എന്നെ മറച്ച് ആ ഭൂതങ്ങൾക്ക് എന്നെ കൊല്ലാൻ വിട്ടുകൊടുക്കാതെ തൻ്റെ സ്നേഹ വലയത്തിനകത്ത് എന്നെ പൊതിഞ്ഞു കൊണ്ട് നടന്നൊരു ദൈവമുണ്ട്. ആ ദൈവമാണ്, ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇന്ന് കാണുന്ന സ്വീകാര്യതയിലേക്ക്, ഇന്ന് കാണുന്ന മാന്യതയിലേക്ക്, ഇന്ന് കാണുന്ന അംഗീകാരത്തിലേക്ക് എന്നെ എത്തിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ലാസറിൻ്റെയും ഭൂതഗ്രസ്തനായിരുന്നവൻ്റെ അനുഭവം മാത്രമല്ല, നമ്മുടെയൊക്കെ അനുഭവം അങ്ങനെ തന്നെയാണ്. ഒരാമേനൊന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലം ഒന്ന് ചിന്തിച്ച്. ആത്മഹത്യയുടെ മുനമ്പി നോക്ക്, കഷ്ടിച്ച് രക്ഷപ്പെട്ട് വന്നില്ലേ? തീരുമാനിച്ച് ഉറപ്പിച്ച സമയത്തല്ലേ അറിയാത്ത പല മുഖാന്തരങ്ങളും വന്ന് അതങ്ങ് ഒഴിഞ്ഞുപോയെ? എത്ര അടിപൊടിയിലും വഴക്കിലും വയ്യാവേലിലും ചെന്ന് പെട്ടതാ. കത്തിമുനി എന്നൊക്കെ അത്ഭുതകരമായിട്ടല്ലേ രക്ഷപ്പെട്ടു വന്നേ? ഒരു നല്ല ആമേനൊന്ന് പറയുന്നേ. അന്നൊക്കെ നമ്മൾ പറഞ്ഞു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. സമയം നല്ലതായിരുന്നത് കൊണ്ട് വഴുതിപ്പോന്നതാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ട ശേഷം പിറകോട്ടിറങ്ങി തിരിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നേ, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതല്ല, സമയം നല്ലതായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടതുമല്ല. അന്ന് എൻ്റെ ദൈവത്തെ അറിയാതെ, എൻ്റെ ദൈവവുമായി ഒരു ബന്ധവുമില്ലാതെ ഞാൻ എനിക്ക് തോന്നിയതുപോലെ, എനിക്ക് ബോധിച്ചതുപോലെ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ അന്നേ എൻ്റെ ദൈവം എന്നെ കണ്ടിരുന്നേ, അന്നേ എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചിരുന്നേ. ഭാഗ്യം കൊണ്ടല്ലേ, സമയം നല്ലതായിരുന്നത് കൊണ്ടല്ലേ, എൻ്റെ ദൈവം എന്നെ കണ്ടിരുന്നത് കൊണ്ടും മാത്രമാണെന്ന് ഇന്ന് രാത്രി മനസ്സ് തുറന്ന് കരമുയർത്തിപ്പിടിച്ച് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറക്കല്ല് ദൈവത്തിന്റെ സ്നേഹം. ദൈവം നമ്മെ, ആമേൻ പറഞ്ഞു പറ, ആദ്യം ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ അത് നിത്യസ്നേഹമാണ്. നിത്യസ്നേഹം എന്ന് പറഞ്ഞാൽ അത് അനാദി സ്നേഹമെന്ന. രണ്ടാമത്തേത് അത് കാലെ കൂട്ടിയുള്ള സ്നേഹമാണെന്നാണ്. ഇനി ദൈവസ്നേഹത്തിൻ്റെ രണ്ടാമത്തെ 9-ാമത്തെ വാക്യം, 4-ാം അധ്യായം 9-ാമത്തെ വാക്യം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഒരു നല്ല ആമേൻ ആ വാക്യത്തിന് പറയേണ്ടതാ. അതിൻ്റെ അർത്ഥം
ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തപ്പെട്ട സ്നേഹമാണ്. ഒരാമേൻ എന്ന് പറഞ്ഞ് എന്താ വെളിപ്പെടുത്തും. എനിക്കിപ്പോൾ വയസ്സ് 50 എൻ്റെ പ്രായം പറയാൻ പറഞ്ഞല്ല. ഈയിടെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ടായി. എന്നോട് ഒരാൾ ചോദിച്ചു 65 കഴിഞ്ഞോ എന്ന്. 50 വിഷമിച്ചിരിക്കുന്ന എന്നോട് 65 കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ ആ സീരിയസ്നെസ് ഒക്കെ ഒന്ന് വിട്ട് എന്നോട് ഒന്ന് വരാനാ. ഞാൻ ഈ 50 പറയാൻ കാരണം വേറൊന്നിനും നമ്മൾ സ്തോത്രം പറഞ്ഞില്ലേലും ഈ കാലത്ത് ജീവിക്കാൻ പറ്റിയതിന് തന്നെ സ്തോത്രം പറയണം. ഇതൊക്കെ ചിന്തിക്കാറുണ്ടോ നമ്മൾ? എന്തോ നല്ല ഡ്രസ്സായിട്ടേക്കുന്നത്, എന്തോ നല്ല വാഹനമാണ്, എന്തോ നല്ല വീടാണ്, എന്തോ നല്ല ഫുഡാണ്, എന്ത് സൗകര്യങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്, എന്തോ നല്ല ഹോളാ അല്ലേ? ഇതൊക്കെ അനുഭവിക്കാൻ പറ്റിയത് ഈ കാലത്ത് ജീവിക്കാൻ പറ്റിയത് കൊണ്ടല്ലേ? ഫ്ലൈറ്റ് ചാർജൊക്കെ എന്തോ കൂടുതലാണ്. പക്ഷെ ഒരു ഫ്ലൈറ്റിലും ഒരു സീറ്റ് പോലും കാലിയില്ല. അതെന്നാ? ഓസ്ട്രേലിയയിലെ മോഡ് എടുത്ത് പോയിട്ട് വന്ന് 2 മാസം കഴിഞ്ഞ് കാനഡയിലെ മോഡ് എടുത്ത് പോവുക. ഒരു ആമേനെന്ന് പറഞ്ഞ് അവിടെ 6 മാസം നിന്ന് ഇവിടെ വന്ന് 3 മാസം കഴിയുമ്പോൾ വീണ്ടും സൗദി അറേബ്യയിലെ മോൻ്റെ അടുത്ത് പോയിട്ട് വരിക. ഞാൻ ഏറ്റവും കൂടുതൽ ഓടി മുട്ട് പൊട്ടിയിട്ടുള്ളത് ഫ്ലൈറ്റ് അന്തരീക്ഷത്തിലൂടെ പോകുമ്പോഴേ. നിലത്ത് നോക്കി ഓടാൻ പറ്റില്ലല്ലോ, ഫ്ലൈറ്റ് നോക്കിയല്ലേ ഓടാൻ പറ്റൂ. ആ ഓടിയ ഓട്ടത്തിനിടയ്ക്ക് തെന്നി വീണ് എത്ര പ്രാവശ്യം മുട്ട് പൊട്ടി. അന്ന് നമ്മുടെ കുഞ്ഞുനാളിൽ ഈ ഫ്ലൈറ്റ് കാണുമ്പോൾ മേളിലോട്ട് നോക്കിയപ്പോൾ ഓടിയപ്പോഴൊക്കെ ഇവത്തിലൊന്ന് കയറാൻ പറ്റുമെന്ന് ചിന്തിച്ചതാണോ? നിങ്ങളൊരു നല്ല ആമേനൊന്ന് പറ. അപ്പം ഇത്രയും നല്ല ഫുഡ്, ഇത്രയും നല്ല വസ്ത്രം, ഇത്രയും നല്ല വാഹനം, ഇത്രയും നല്ല വീട്, ഇടയ്ക്കിടയ്ക്ക് വിദേശ രാജ്യത്തൊക്കെ വരാൻ പറ്റുമെന്നൊക്കെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റിയത് കൊണ്ടല്ലേ? ഒരു 10-200 കൊല്ലം മുമ്പെങ്ങാനും ജീവിച്ചിരുന്നെങ്കിലോ? നമ്മൾ പറയാം അന്നത്തെ ഫുഡാ നല്ല ഫുഡെന്നൊക്കെ പറഞ്ഞാലും ഈ കുഴിമന്തിയുടെ പേരൊക്കെ വായിക്കുമ്പോഴാണ് ഇങ്ങനെ രാജ്യങ്ങളുണ്ടോ എന്ന് നമ്മൾ ഓർക്കുന്നത് അല്ലേ? അപ്പൊ ഇത്രയും നന്മകളൊക്കെ അനുഭവിക്കാൻ പറ്റിയത് ഈ കാലത്ത് ജീവിക്കാൻ പറ്റിയത് കൊണ്ടല്ലേ? നമ്മൾ ഏത് കാലത്ത് ജീവിച്ചിരിക്കണം എന്നുള്ളതും നമ്മുടെ തീരുമാനശേഷിപ്പെട്ടതല്ലല്ലോ. അതും ദൈവത്തിൻ്റെ നിർണയത്തിൽപ്പെട്ട കാര്യങ്ങളല്ലേ? ഈ നല്ല കാലത്ത് ജീവിക്കുകയും ഈ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരിമിതികൾ പറഞ്ഞ് പിറുപിറുക്കല്ലേ. ഈ കാലത്തിൻ്റെ നന്മ അനുഭവിക്കാൻ അവസരം എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും തന്നതുകൊണ്ട് എൻ്റെ ദൈവത്തിന് നന്ദി എന്ന് പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഞാൻ ഒന്നുകൂടെ കാണട്ടെ, കരമുയർത്തി ദൈവത്തിന് നന്ദി പറയാം. അതും ദൈവത്തിൻ്റെ ദയയല്ലേ? അപ്പം ഞാൻ എൻ്റെ കാര്യം ഒന്ന് പറയാനാണ് വന്നേ. ഈ എറണാകുളം അല്പം കൂടെ ഒക്കെ വിശാലമായതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലരെങ്കിലും അങ്ങനെ കണ്ടേക്കാം. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞങ്ങൾക്ക് മക്കൾക്ക് നേരിട്ട് അപ്പൻ്റെ അടുക്കൽ ചെന്ന് കാര്യം പറയാൻ പറ്റിയല്ല. ഇവിടെ അങ്ങനെ അതിനോടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മ വഴി വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. അങ്ങനെ അമ്മ വഴി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അമ്മയ്ക്ക് അങ്ങനെ എപ്പോഴും അപ്പൻ്റെ അടുക്കൽ ചെല്ലാൻ പറ്റിയല്ല. അപ്പൻ്റെ ഭാവഭേദങ്ങളൊക്കെ മനസ്സിലാക്കി വളരെ തന്മയത്വത്തോടെ വേണം അമ്മയ്ക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. അപ്പം ഇങ്ങനെ അമ്മ വഴി കാര്യങ്ങൾ അവതരിപ്പിക്കുക, അങ്ങനെ അതൊന്ന് അമ്മയുടെ വരുതിയിൽ കൊണ്ടൊന്ന് സാധിപ്പിച്ചു തരാൻ അല്പം സമയമൊക്കെ എടുക്കുമ്പോൾ മക്കൾ പറയും, എൻ്റെ പൊന്നമ്മേ, ഇതെന്നാ ഒരപ്പനമ്മേ, ഇതെന്നാ ഒരു ജീവിതം. അപ്പുറത്തെ ടോമിച്ചൻ്റെ അപ്പനെ നോക്കിക്കുക, അവിടെ എല്ലാം കൂട്ടുകാരെ പോലാ, ഇവിടോ കാണ്ടാമൃഗത്തെ പോലാ. പക്ഷേ ദൈവകൃപയിൽ അന്നത്തെ അമ്മമാരെ, എൻ്റെ പൊന്നുമക്കളെ, ഇപ്പം നിനക്ക് മനസ്സിലായോടാ ഇങ്ങേരുടെ കൂടെ ജീവിക്കുന്നത് ഞാനല്ലാതെ വേറെ ആരാടേലും ജീവിക്കുകയല്ലെന്ന് എന്ന് പറഞ്ഞ് എരുതിക്കാത്ത അവർ എണ്ണ ഒഴിച്ചു കൊടുത്തില്ല. അവർ പറഞ്ഞു, എൻ്റെ അന്നത്തെ അമ്മമാർ മിക്കവാറും പറഞ്ഞെടാ, നിൻ്റെ അപ്പനെ അപ്പുറത്തെ ടോമിച്ചൻ്റെ അപ്പനേക്കാൾ സ്നേഹമുള്ള അപ്പനാ, പക്ഷെ നിൻ്റെ അപ്പനൊരു പാവമാ, പക്ഷെ നിൻ്റെ അപ്പന് സ്നേഹവും ഉണ്ട്, പക്ഷെ അത് അകത്താ. നിൻ്റെ അപ്പൻ്റെ സ്നേഹം എവിടെ? പുറത്ത് കാണിക്കാൻ അറിഞ്ഞു. ഇങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. അവരോടുള്ള എൻ്റെ ചോദ്യം, നിങ്ങളെപ്പോലെ എല്ലാവരും കൂടി ഇങ്ങനെ തുടങ്ങിയ ലോകത്തിലുള്ള മനുഷ്യരുടെ ഗതി എന്തായി മാറും?
എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്, പക്ഷെ അകത്താന്നും പറഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങനെ നടന്ന സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കും? അകത്ത് സ്നേഹമുണ്ടെങ്കിൽ അത് ഒളിപ്പിക്കാനുള്ളതല്ല, അത് വെളിപ്പെടുത്താനുള്ളതാണ്. ഇതുപോലെ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹവും, ദൈവം സ്നേഹവാനാണെന്ന് പറഞ്ഞിട്ട് ആ സ്നേഹം തന്നിൽ ഒളിപ്പിക്കുകയല്ല, സാമാന്യബോധമുള്ള ആർക്കും മനസ്സിലാകുന്നത് പോലെ ആ സ്നേഹം പരസ്യമായി വെളിപ്പെടുത്തി. അതരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് രാത്രി മനസ്സുണ്ട്? അതാണ് യോഹന്നാൻ 1 യോഹന്നാൻ 4:10 വായിക്കുന്നത്. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അത് വെളിപ്പെടുത്തിയ സ്നേഹമാണ്. ദൈവസ്നേഹം വെളിപ്പെടുത്തപ്പെട്ട 2 മേഖല ഞാൻ പറയാം. ദൈവസ്നേഹം വെളിപ്പെടുത്തിയ പ്രഥമ മേഖല യേശുവിൻ്റെ ജഡത്തിലെ വെളിപ്പാടാണ്. ഒരാമേനൊന്ന് പറയാവോ? ഫിലിപ്പിയ ലേഖനം 2:5 മുതൽ വായിക്കണ്ട. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളേണമെന്ന് വിചാരിക്കാതെ. അടുത്തത് ദാസരൂപം എടുത്തു. മനുഷ്യ, എല്ലാവരും നല്ല ആമേൻ പറഞ്ഞ്, ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി. അതെല്ലാവർക്കും ലളിതമാക്കി ഞാനൊന്ന് മനസ്സിലാക്കി തരാം. സാധാരണഗതിയിൽ പണ്ടൊക്കെ ഈ കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ, കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് ഫോൺ വിളിച്ചു അല്ലേ, ഫോൺ വിളിച്ച് ചോദിക്കുന്ന ചോദ്യം, ഇന്നിടത്തെ ഇന്നാരെ പ്രസവിച്ചെന്നൊക്കെ ഫോൺ വിളിച്ച് ആദ്യത്തെ നമ്മുടെ ചോദ്യം, കുഞ്ഞാണാണോ? ഒന്ന് സ്വോത്രം ചെയ്ത് പറ, ആണാണോ? മോനാണെങ്കിൽ മോനാണ്, മോളാണെങ്കിൽ അതറിയുമ്പോൾ സംസാരം നിർത്തേണ്ടതാ. പക്ഷെ ചില അടുത്ത പ്രിയപ്പെട്ടവരൊക്കെ ആണെങ്കിൽ ചോദിക്കുന്ന ചോദ്യം, എടാ കൊച്ച് വെളുത്തതാണോ? അല്ലേ? അപ്പനെ പോലാണോ അമ്മേ? ചില വല്യമ്മമാർ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ, അവിടെ അമ്മയെ പോലാണോടാ? അപ്പൊ ഇവിടുന്ന് പറയണം, അല്ലമ്മേ അമ്മയെ പോലാ. അതിനുള്ളൊരു പാലം ഇടുക, അവിടുത്തെ അമ്മയെ പോലെ. ആണാണോ പെണ്ണാണോ, വെളുത്തതാണോ കറുത്തതാണോ, അവിടുത്തെ അമ്മയെ പോലാണോ എന്നൊക്കെ ചോദിക്കും അല്ലേ. ഒത്തിരി കാര്യം കഴിഞ്ഞ് ചോദിക്കും. പക്ഷെ എന്തെല്ലാം ചോദിച്ചാലും ആ കുഞ്ഞിനെ എന്നാ തുണി കൊണ്ടാ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒരാമയും പറ. ഇല്ല, നമ്മളാരും ചോദിച്ചിട്ടില്ല, ആരോട്ട് ചോദിക്കുന്നത് കേട്ടിട്ടുമില്ല. കാരണം ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു തുണിക്കകത്ത്, അത് സാമാന്യ കാര്യമാണ്, കേവല എല്ലാവർക്കും ഉള്ള സർവ്വസാധാരണ കാര്യമാണ്. പക്ഷെ ഒരു നവജാത ശിശുവിൻ്റെ കാര്യത്തിൽ മാത്രം ആധികാരിക ചരിത്രരേഖയുണ്ട് അദ്ദേഹത്തെ എങ്ങനെ കിടത്തിയതെന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിൽ കിടത്തി. 12-ാമത്തെ വാക്യം. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പറഞ്ഞു. അടിവരയിട്ട് ഞാൻ പറയുകയാണ്, അവൾ ഏകജാതനായ മകനെ പ്രസവിച്ചെന്നല്ല, അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ. 12-ാമത്തെ വാക്യം, നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തപ്പെട്ടിരിക്കുന്ന ഒരു ശിശുവിനെ. ഒരു നല്ല ആമയും പറഞ്ഞ് എൻ്റെ കൂടെ വന്നേ. എന്തിനാ 2 പ്രാവശ്യം എടുത്തെഴുതിയത് ശീലകൾ ചുറ്റിയെന്ന്?
ഏതൊരു കുഞ്ഞുണ്ടായാലും ആ കുഞ്ഞിനെ തുണി കൊണ്ട് പൊതിയില്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ 2 പ്രാവശ്യം പരിശുദ്ധാത്മാവ് എടുത്തുദ്ധരിക്കുന്നു? ശീലകൾ ചുറ്റി. ഈ ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് കിടത്തപ്പെട്ടിരിക്കുന്ന ഈ നവജാത ശിശു ഉണ്ടല്ലോ, ഇദ്ദേഹം പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. പിന്നെ അദ്ദേഹം എങ്ങനെയായിരുന്നു? 104-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, എൻ്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. തേജസ് അണിഞ്ഞിരുന്നവൻ, മഹത്വം അണിഞ്ഞിരുന്നവൻ, വസ്ത്രം ധരിക്കും പോലെ പ്രകാശത്തെ ധരിച്ചിരുന്നവൻ, ആ തേജസ് വേണ്ടെന്ന് വെച്ച്, ആ മഹത്വം വേണ്ടെന്ന് വെച്ച്, ആ പ്രകാശം വേണ്ടെന്ന് വെച്ച് ഒരു കാലിത്തൊഴുത്തിൽ ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് കിടത്തപ്പെട്ടു. ഇന്ന് രാത്രി കർത്താവിനോട് ചോദിക്കാം, യേശു കർത്താവേ, അങ്ങയുടെ തേജസ് വേണ്ടെന്ന് വെച്ച്, മഹത്വം വേണ്ടെന്ന് വെച്ച്, പ്രകാശം വേണ്ടെന്ന് വെച്ച് ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് പശുത്തൊട്ടിയിൽ കിടത്തപ്പെടാൻ അങ്ങയെ പ്രേരിപ്പിച്ച പ്രേരക ഘടകമെന്ത്? അതിന് യേശു കർത്താവിന് പറയാനുള്ള മറുപടി, KJ തോമസ്, എൻ്റെ മഹത്വം വേണ്ടെന്ന് വെച്ച്, എൻ്റെ പ്രകാശം വേണ്ടെന്ന് വെച്ച്, എൻ്റെ തേജസ് വേണ്ടെന്ന് വെച്ച് ഒരു പശുത്തൊട്ടിയിൽ ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് കിടത്തപ്പെടാൻ എന്നെ പ്രേരിപ്പിച്ചത് നിന്നോടുള്ള എൻ്റെ സ്നേഹമാണ്. അവർണ്ണനീയമായ ആ സ്നേഹത്തിന് ആരാധന എന്ന് പറയാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പം കൂടെ ആഴത്തിൽ ഞാനൊന്ന് പറയാൻ പറയേ. യെശയ്യാ നമുക്ക് മനപ്പാട് 6-ാം അധ്യായം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന് ഒരുവനോടൊരുവൻ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവരാർക്കുന്ന ശബ്ദത്താൽ ആലയത്തിന്റെ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങുന്നു. ആ സിംഹാസനത്തിലിരിക്കുന്ന വ്യക്തിപ്രഭാവത്തിന്റെ തേജസ് മുഴുപ്രപഞ്ചത്തിലും വച്ചിരിക്കുന്നു. എന്റെ ചോദ്യം, ആ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന, ചുറ്റും സറാഫുകൾ നിന്ന് പാദം മൂടി മുഖം മൂടി പറന്ന് യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ഈ വ്യക്തിപ്രഭാവം ആരാണ്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഒന്ന് എടുക്കാമോ? 12-ാം അധ്യായം 41-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 41-ാമത്തെ വാക്യം. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട്, ഒരു നല്ല ആമേൻ പറഞ്ഞത് പറയണ്ടേ? യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു, അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു. മതി. യെശയ്യാവ് അവന്റെ തേജസ് കണ്ടെന്ന്, അവനെ കുറിച്ച് സംസാരിച്ചെന്ന് ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്. യെശയ്യാവ് ആരുടെ തേജസ് കണ്ടെന്ന്? യേശു കർത്താവിന്റെ തേജസ് കണ്ടെന്ന്. എപ്പോൾ കണ്ടു? ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കണ്ടു. എങ്ങനെ കണ്ടു? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നവനായി എങ്ങനെ കണ്ടു? സാറാഫുകൾ ചുറ്റും നിന്ന് 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ആർത്താരാധിക്കുന്നവനായി, മുഴുപ്രപഞ്ചത്തിലും തന്റെ മഹത്വം വയ്ക്കപ്പെട്ടവനായി എന്റെ രക്ഷിതാവിനെ കണ്ടു. ഇന്ന് രാത്രി യേശു കർത്താവിനോട് ചോദിക്കാം, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരുന്ന അനന്തകോടി ദൂതന്മാർ ഇടതടവില്ലാതെ മുഖം മൂടി, പാദം മൂടി, 2 കൊണ്ട് പറന്ന് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ആർത്താരാധിച്ച കർത്താവേ, അങ്ങയുടെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം വേണ്ടെന്ന് വെച്ച്, ദൂതന്മാരെ വേണ്ടെന്ന് വെച്ച്, അവരുടെ ആരാധന വേണ്ടെന്ന് വെച്ച്, എന്തിനേറെ സ്വർഗം പോലും വേണ്ടെന്ന് വെച്ച് ഒരു കാലിത്തൊഴുത്തിൽ ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് കിടത്തപ്പെടാൻ അങ്ങ്
അങ്ങയെ പ്രേരിപ്പിച്ച പ്രേരക ശക്തി എന്ത്? അതിന് യേശു കർത്താവിന് പറയാനുള്ള മറുപടി, KJ തോമസേ, ഉയർന്നും പൊങ്ങിയുമുള്ള എന്റെ സിംഹാസനവും ദൂതന്മാരും സ്വർഗവും എന്റെ മഹത്വവും എന്റെ തേജസ്സും നിന്നോടുള്ള സ്നേഹം കൊണ്ട് വേണ്ടെന്ന് വെക്കാൻ എനിക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. അത്ര ഊഷ്മളമാണ് നിന്നോടുള്ള എന്റെ സ്നേഹം. ആ ദൈവ സ്നേഹത്തിന് ഇന്ന് രാത്രി ആരാധന എന്ന് പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ദൈവം മനുഷ്യനായി ജഡത്തിൽ വന്നു. അത് നിസ്സാരമല്ല കേട്ടോ. ഇതുപോലൊരു സ്നേഹം എൻ്റെ ഹൃദയം നന്ദിയാൽ നിറയുന്നു. യേശുവിന് സ്വർഗത്തെക്കാൾ വലുത് ഞാനായിരുന്നു, ദൂതന്മാരെക്കാൾ വലുത് ഞാനായിരുന്നു, തന്റെ മഹത്വത്തെക്കാൾ വലുത് ഞാനായിരുന്നു, തന്റെ തേജസ്സിനേക്കാൾ വലുത് താനായിരുന്നു. തനിക്കുള്ളതിനേക്കാളെല്ലാം എന്നെ വലുതായി കണ്ട, എന്നെ സ്നേഹിച്ച എന്റെ കർത്താവിന് സ്തോത്രം എന്ന് പറയാൻ അണപൊട്ടി ഒഴുകുന്ന ആവേശത്തിൽ ഇന്ന് രാത്രി എന്റെ നാഥന് നന്ദി എന്ന് പറയാൻ മനസ്സുള്ള ദൈവമക്കൾ ആ കരവ് ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കട്ടെ. അല്പം കൂടെ ഒരു കാര്യം കൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ദൈവത്തിന്റെ വലിപ്പം എന്താണെന്ന് പരിമിതനായ മനുഷ്യന് മനസ്സിലാക്കാൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ദൈവം അങ്ങനാണെന്നല്ല. പക്ഷെ ദൈവത്വത്തിന്റെ പൂർണ്ണ മഹത്വത്തിൽ വെളിപ്പെടുത്തിയാൽ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം മനുഷ്യൻ പരിമിതനാണ്. രാമേൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പരിമിതനായ മനുഷ്യന് മനസ്സിലാകുന്നത് പോലെ ദൈവത്തിന്റെ വലിപ്പത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിലെ ഒരു പ്രയോഗം ഞാൻ പറയാം. സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ കാല് സ്വർഗത്തിൽ നിന്ന് നീണ്ടു ഭൂമി വരെ വരുന്നെന്നല്ല. സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ വലിപ്പം എന്താണെന്ന് പരിമിതനായ മനുഷ്യന് മനസ്സിലാകാൻ മനുഷ്യന്റെ പരിമിതിയിൽ ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ശലോമോൻ പറയുന്നത്, ദൈവമേ അങ്ങ് സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങിയിരിക്കുന്നവനല്ല. സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഒതുങ്ങാത്ത, സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമായവൻ, ഏറ്റവും ഭാഗ്യവതിയായ കന്യക മറിയാമിൻ്റെ ഗർഭപാത്രത്തിനകത്ത് ഒരു മനുഷ്യ കുഞ്ഞായി തന്നെത്താൻ ഒതുങ്ങി. അതിൻ്റെ പേരാ ദൈവത്തിൻ്റെ സ്നേഹം. എത്ര പേർക്ക് ഇന്ന് രാത്രി ആധാരം തുറന്ന് ദൈവത്തിന് നന്ദി പറയാൻ കഴിയും? ഈ അഖിലാണ്ട കടാകത്തിലെങ്ങും ഒതുങ്ങാത്തവൻ, സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമായവൻ, ഭാഗ്യവതിയായ കന്യക മറിയാമിന്റെ ഗർഭപാത്രത്തിനകത്ത് ഒരു മനുഷ്യ കുഞ്ഞായി തന്നെത്താൻ ഒതുങ്ങിയതിന്റെ പേരാണ് എന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹം. അനർഗളമായ ആ ദൈവ സ്നേഹത്തിന് ഇന്ന് രാത്രി ആരാധന. ദൈവത്തിന്റെ സ്നേഹം ദൈവം മനുഷ്യന് വെളിപ്പെടുത്തിയ രണ്ടാമത്തെ മേഖല യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണമാണ്. അല്ലേ? 10-ാമത്തെ വാക്യത്തിൽ അതുണ്ട്, നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചതു തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ദൈവത്തിന് മാനവവർഗത്തോടുള്ള സ്നേഹം വെളിപ്പെട്ട മേഖല യേശുക്രിസ്തുവിൻ്റെ ക്രൂശും മരണമാണ്. റോമാലേഖനത്തിലേക്കൊന്ന് വന്ന് എത്ര മനോഹരമായിട്ട് അത് പറഞ്ഞിരിക്കുന്നത്. 5-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. റോമാലേഖനം 5-ാം അധ്യായം
അതിൻ്റെ 7-8 വാക്യങ്ങൾ. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. എത്ര പേർക്ക് നല്ല ആമേൻ പറയാൻ കഴിയും? ഞാൻ ആ വാക്യം ഒന്ന് വ്യക്തമാക്കാം, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ഈ പൗലോസിന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. എന്തൊരു പ്രയോഗങ്ങളാ! നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കാൻ. അതിൻ്റെ ആശയം. നീതിമാന് വേണ്ടി ആരും മരിക്കുകയല്ല. അല്ല, നീതിമാന് വേണ്ടി ആരും മരിക്കാത്ത? നീതിമാന് വേണ്ടി മരിക്കണ്ടല്ലോ. നീതിമാനെ ആർക്കും ഇഷ്ടം പോലും അല്ല. ഒരാമേനൊന്ന് പറ. നീതിമാനെ ആർക്കും വേണ്ട. നേരെ വാ നേരെ പോ എന്നുള്ളവരോട് ആർക്കും ഒരു താല്പര്യമില്ല. നമ്മൾ അവർക്കൊരു ഓമനപ്പേര് കൊടുത്തിട്ടുണ്ട്, ദുർഗുണൻ. ഹലോ, നമ്മൾ എന്ത് അനീതിയുമായിട്ട് ചെന്നാലും നമ്മുടെ ഇഷ്ടത്തിന് വളയാത്തവരൊന്നും നമുക്ക് താല്പര്യമുള്ളവരല്ല. അതാ പൗലോസ് ഇവിടെ പറയുന്നത്, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത്, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. എന്താ അതിൻ്റെ ആശയം? ഫെയ്ത്ത് സിറ്റി ചർച്ചുകാർക്ക് ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് കേട്ടോ, നിങ്ങളതിനെ തെറ്റിദ്ധരിക്കരുത്. പൈസയ്ക്ക് ഒരു പ്രയാസമുള്ള ആളല്ല ഞാൻ. പക്ഷെ നിങ്ങൾക്കൊരു ഉദാഹരണം ഒന്ന് പറയാൻ പറഞ്ഞതാണ്. ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നിരിക്കട്ടെ. പ്രസംഗിക്കാൻ വന്ന സമയത്ത് ഒരാൾ എന്നോട് പറയാം, കെ ജെ തോമസ് പാസ്റ്ററേ, ഈ 2025 ജൂലൈ മാസം 15-ാം തീയതിക്ക് മുമ്പ് ഞാൻ താങ്കൾക്ക് ഒരു 2 ലക്ഷം രൂപ ഗിഫ്റ്റ് തരാൻ പോവാം. അപ്പം ആ മനുഷ്യൻ എനിക്ക് ഗുണവാനായി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഗുണവാനെ വെറുതെ വിടുവെന്ന്? ഒട്ടിയും പറ്റിയും തട്ടിയും മുട്ടിയും ഗുണവാനെ ചുറ്റിപ്പറ്റി ഞാനിങ്ങനെ നിൽക്കുക. അച്ഛാ പൊന്നച്ച, എൻ്റെ 26 വർഷത്തെ ശുശ്രൂഷ കാലയളവിൽ ഇതുപോലൊരു ഓഫർ തന്ന അച്ഛൻ വേറെ ഇല്ല. അച്ഛൻ വെറുതെ അച്ഛനല്ല, പൊന്നച്ചാനാ അല്ലേ? എന്തെല്ലാം ചക്രവാക്കം മുഖസ്തുതി ഞാൻ പറയും. അങ്ങനെ ഞാനും എൻ്റെ ഗുണവാനും കൂടെ ആ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നാട്ടുകാർ ചിലർ അദ്ദേഹത്തെ എടുത്തിട്ട് തല്ലുക. ഉടനെ ഞാൻ വക്കാലത്തിന് ചെല്ലുക, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, നിങ്ങൾ തല്ലാൻ ഉദ്ദേശിച്ച് വന്ന ആൾ ഇദ്ദേഹം തന്നെയാണോ? ഇദ്ദേഹത്തെ പോലെ ഒരു നല്ല മനുഷ്യനെ എങ്ങനെ തല്ലാൻ നിങ്ങൾക്ക് തോന്നുന്നു? ആള് മാറി തല്ലിയതാണോ എന്ന് ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. തല്ലല്ലേ കൊല്ലല്ലേ, ആള് മാറിയതാണോ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇങ്ങനെ എങ്ങനെ തല്ലാൻ നിങ്ങൾക്ക് തോന്നിയെന്നൊക്കെ ഞാൻ ചോദിക്കാൻ കാരണം അമ്പമ്പോ അദ്ദേഹത്തോടൊരു സ്നേഹം ഉള്ളത് കൊണ്ടല്ല. 2025 ജൂലൈ മാസം 15-ാം തീയതിക്ക് മുമ്പ് ആരെങ്കിലും അദ്ദേഹത്തെ തല്ലിക്കൊന്നാൽ എനിക്ക് കിട്ടേണ്ട 2 ലക്ഷം കിട്ടുകയില്ല. ആ ഓഫർ അദ്ദേഹം എനിക്ക് വെച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തല്ലുവോ കൊല്ലുവോ? അങ്ങേര് ആരല്ല എന്നറിയാവുന്ന നിങ്ങൾക്ക് മാത്രം. അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. എനിക്ക് ഇത്രയേ ഉള്ളൂ, എൻ്റെ വണ്ടിക്കും എൻ്റെ ശരീരത്തിനും ഒരു പോറൽ പോലും വരാതെ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പൗലോസ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നീതിമാന് വേണ്ടി മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. അതവനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, കിട്ടപ്പോരു കൊണ്ടാണ്, എന്തെങ്കിലും ലക്ഷ്യം കൊണ്ടാണ്. പക്ഷേ മാനവവർഗം നീതിമാന്മാരായത് കൊണ്ടല്ല. ഒന്ന് സ്തോത്രം ചെയ്തേ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നമ്മുടെ ഗുണഗണങ്ങൾ കണ്ടിട്ടല്ല. അങ്ങനെ ദൈവം നമ്മെ സ്നേഹിക്കത്തക്ക നിലയിൽ, ദൈവത്തിന്റെ പ്രസാദം പിടിച്ചു പറ്റത്തക്ക നിലയിൽ ഒരു ഗുണങ്ങളും നമ്മുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ നാം നീതിമാന്മാരല്ലാതിരിക്കെ, നാം ഗുണവാന്മാരല്ലാതിരിക്കെ, നാം പാപികളായിരിക്കെ, അതരം തുറന്ന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ. നാം പാപികളായിരിക്കെ, നാം ബലഹീനരായിരിക്കെ, നാം അഭക്തരായിരിക്കെ, നാം ശത്രുക്കളായിരിക്കെ, നാം ദൂരസ്ഥരായിരിക്കെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഇത്ര വലിയ സ്നേഹത്തിന് ഇന്ന് രാത്രി എന്റെ ദൈവത്തിന് ആരാധന എന്ന് പറയാൻ മനസ്സുള്ള ദൈവമക്കൾ ആ കരമടിച്ചിടും. 30 സെക്കൻഡ് യേശു കർത്താവിന് മഹത്വം കൊടുക്ക്. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മണ്ണിൽ വന്ന് ക്രൂശിൽ മരിച്ച് എന്നോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയ യേശു കർത്താവിന് ഈ രാത്രി ആരാധന.
നന്ദി യേശുവേ. ഞാൻ 18ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടിരുന്നത്. അതിൻ്റെ എന്താ അവിടെ പറയുന്നതിൻ്റെ അർത്ഥം? ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ള സ്നേഹം ദൈവം വെളിപ്പെടുത്തിയത് യേശുവിൻ്റെ ക്രൂശ് മരണത്തിലാണ്. ഒരാമേനൊന്ന് പറയാമോ സഹോദരങ്ങളെ? ഈ ഫിലിപ്പിലേഖനത്തിലൊരു വാക്യമുണ്ട്, ക്രൂശിലെ മരണത്തോളം തന്നെ. ഹലോ, എന്താ ക്രൂശിലെ? എന്താ ഈ ക്രൂശിലെ മരണത്തോളം തന്നെ എന്ന് പറഞ്ഞാൽ? ലോക ചരിത്രം നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ പലവിധ കുറ്റവാളികൾക്കുള്ള വധശിക്ഷകൾ ഉണ്ടായിരുന്നു. അതിൽ നിയമപരമായി അംഗീകരിക്കപ്പെട്ടതിൽ ഏറ്റവും വേദനാജനകമായ മരണം ക്രൂശ് മരണമായിരുന്നു. ഞാൻ പറഞ്ഞ പ്രാകൃതന്മാരായ നിയമപരമല്ലാത്ത നടപ്പിലാക്കിയ ഒത്തിരി ശിക്ഷകളുണ്ട്, അതിൻ്റെ കാര്യമല്ല പറഞ്ഞത്. ലോക ചരിത്രത്തിൽ രാജ്യങ്ങൾ, സാമ്രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള, നിയമപരമായി അംഗീകരിച്ചിട്ടുള്ളതിൽ തലവെട്ടിയാൽ പെട്ടെന്ന് തീരും, തീ കൊണ്ടിട്ട പെട്ടെന്ന് തീരും, വന്യമൃഗങ്ങൾ കെട്ടുകൊടുത്ത പെട്ടെന്ന് തീരും. എന്നാൽ ക്രൂശ് മരണം, ഇന്ന് രാത്രി അത് വിശദീകരിക്കാൻ ഞാൻ സമയമെടുക്കില്ല, കാരണം വേറൊരു ആശയത്തിലേക്ക് വരണം. അതുകൊണ്ട് അതിക്രൂരമായ, ഭീഭത്സമായ, പ്രാകൃതമായ മരണം. പ്രാചീന കാലത്ത് അടിമകൾക്ക്, ക്രൂരന്മാരായ അടിമകൾക്ക് യജമാനന്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തുക, മക്കളെ മാനഭംഗപ്പെടുത്തുക, രാജ്യദ്രോഹ കുറ്റം ചെയ്യുക, കൊലപാതകങ്ങൾ, പിടിച്ചുപറികൾ നടത്തുക, അങ്ങനെയുള്ള അതിക്രൂരന്മാരായ അടിമകൾക്ക് കൊടുക്കുന്ന ശിക്ഷയായിരുന്നു ക്രൂശ് മരണം. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആരും കാണാത്ത ഏതോ വലിയ മലയുടെ, ഇപ്പം നമുക്ക് ദുഃഖവെള്ളിയാഴ്ചയൊക്കെ വരികയല്ലേ, വിജനമായ ഏതോ ആരും കാണാത്ത, നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ എന്താ, ഓണം കേറാ മൂല എന്നൊക്കെ പറയല്ലേ? നോ, അങ്ങനെ ആർക്കും കാണാൻ കഴിയാത്ത ഏതോ വിജനമായ മലയുടെ മണ്ടയിലൊന്നുമല്ല. എല്ലാവർക്കും കാണത്തക്ക നിലയിൽ പെരുവഴിയുടെ സമീപത്താ കർത്താവിനെ ക്രൂശിച്ചൊരു കൊച്ചും കുന്നിന്റെ മുകളിൽ. അതുകൊണ്ട് വഴി പോകുന്നവരെല്ലാം തലകുലുക്കിക്കൊണ്ട്, നല്ല ആമേനെന്ന് പറയാവോ? തിരുവെടുത്ത് പറയുന്നത് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നെന്നാ. ഇനി ആരും ഈ കുറ്റം ആവർത്തിക്കാതെ കുറ്റവാളികൾക്ക് കനത്ത താക്കീതെന്ന നിലയിലാണ് ക്രൂശ് മരണം കൊടുത്തിരുന്നത്. ഞാനത് ഒത്തിരി നീട്ടിപ്പടുത്തി പറഞ്ഞില്ല. 2 ദിവസത്തിന് താഴെ സാധാരണപ്പെട്ടവർ മരിക്കാറില്ല. 3 ദിവസത്തിൽ 5 ദിവസത്തിൽ കൂടുതൽ കിടക്കാറുമില്ല. 2 ദിവസത്തിനും 5 ദിവസത്തിനും ഇടയ്ക്കുള്ള ഇടവേളയിലാണ് മരിക്കുക. അങ്ങനെ മരിക്കുന്നവരുടെ ശരീരങ്ങൾ ആകാശത്തിലെ പക്ഷികൾ കൊത്തിപ്പറിച്ച് ഭീകരമായ, ഭീഭത്സമായ മരണമായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ മരണത്തിലേക്ക് അങ്ങനെ പോയില്ല. അതിൻ്റെ മറുവശമുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ പോകാഞ്ഞെന്നുള്ളത്. പക്ഷേ ഞാൻ ആ ഭാഗമൊന്നും വിശദീകരിക്കുന്നില്ല. പക്ഷേ മാനവ ചരിത്രത്തിൽ നിയമപരമായി അംഗീകരിച്ചിട്ടുള്ളതിൽ ഏറ്റവും വേദനാജനകമായ മരണം ക്രൂശ് മരണമായിരുന്നു. കേവലം മരണമൊരുക്കി നമ്മെ രക്ഷിച്ചതല്ല, നമ്മെ സ്നേഹിച്ചതല്ല. ലോക ചരിത്രത്തിൽ ഏറ്റവും വേദനാജനകമായ മരണമെന്തോ ആ മരണം തന്റെ പുത്രന് കൊടുത്ത് ആ കഠിന അതിവേദന അനുഭവിച്ചാണ് അവൻ എന്നെ രക്ഷിച്ചത്, എന്നോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയതെന്നോർത്ത് ഇന്ന് രാത്രി ഹൃദയം തുറന്ന് ദൈവത്തിനൊരു സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരമുയർത്തി ആർത്തി രാത്രി ദൈവത്തിന് നന്ദി പറയാം. ക്രൂശിലെ മരണത്തോളം തന്നെ അതിനാഴമായ അർത്ഥമുണ്ട്.
മരണത്തോളം തന്നെ എന്നല്ല, ക്രൂശിലെ മരണത്തോളം തന്നെ. രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ അവസാനിപ്പിക്കണ്ടേ? ഇപ്പൊ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തപ്പെട്ട സ്നേഹമാണ്. 18-ാമത്തെ വാക്യത്തിലെ അതിലേക്ക് ഞാൻ വരികയാണ്. സ്നേഹത്തിൽ എന്തില്ല? ഭയമില്ല. അത് പറയാനാണ് ഞാൻ വരുന്നത്. ദൈവം നമ്മെ എന്തിനാ സ്നേഹിച്ചേ? 9-ാമത്തെ വാക്യം 4:9. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം. ഒരാമേനെന്ന് പറയാവോ? ദൈവം നമ്മെ സ്നേഹിച്ചു. എന്തിന് സ്നേഹിച്ചു? ജീവിക്കാൻ സ്നേഹിച്ചു. എത്ര പേർക്ക് നല്ല വാക്കിലൊന്ന് ആമേൻ പറയാൻ പറ്റും? എന്താ ജീവിക്കാൻ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ? എന്താ ജീവിക്കുക എന്ന് പറഞ്ഞാൽ? എന്താ ജീവൻ? ആ ജീവൻ എന്താണെന്ന് നമുക്കറിയാവുന്ന ഏറ്റവും സുപരിചിതമായൊരു ഭാഗ്യത്തിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3:16 നമുക്ക് എല്ലാവർക്കും അറിയാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ജീവിക്കാൻ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിത്യജീവൻ തരാൻ സ്നേഹിച്ചെന്ന്. സന്തോഷത്തോടെ നല്ല ആമേൻ പറ. നിത്യജീവൻ. ഇനി നിത്യജീവൻ എന്താന്ന് ഞാൻ പറയാം, എന്നിട്ട് വേണം 18-ാമത്തെ വാക്യം ഒന്ന് ക്ലിയർ ചെയ്യാൻ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? നിത്യജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ ജീവൻ എന്താണെന്ന് അറിയണം. ജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ മരണം എന്താണെന്ന് അറിയണം. ജീവൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരിക്കുക എന്നാ. ഹലോ, ജീവൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരിക്കുക. മരണം എന്ന് പറഞ്ഞാൽ വേർപാടെന്നാ. അങ്ങനെയാണെങ്കിൽ 3 ജീവൻ ഉണ്ടെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു, 3 മരണവും ഉണ്ടെന്ന് വേദോസവും പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ ജീവന്റെ പേര് ശാരീരിക ജീവൻ. എന്താ ശാരീരിക ജീവൻ? മനുഷ്യന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുമിച്ചിരിക്കുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് ശാരീരിക ജീവൻ. 2, ശാരീരിക മരണം. എന്താ ശാരീരിക മരണം? ശരീരവും ആത്മാവും തമ്മിൽ വേർപെടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ശാരീരിക മരണം. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുക, ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്. ദൈവം നമ്മെ എന്തിനു സ്നേഹിച്ചെന്ന് ഞാൻ ഈ പറയുന്ന 2 കാര്യം മറക്കരുത്. നിത്യജീവൻ തരാൻ സ്നേഹിച്ചു. അടുത്തത് നശിച്ചു പോകാതിരിക്കാൻ. അപ്പൊ ശാരീരിക ജീവൻ, ശാരീരിക മരണം. 2, ആത്മീക ജീവൻ. എന്താ ആത്മീക ജീവൻ? ചിന്താശേഷി ഉള്ളപ്പോൾ, സുബോധമുള്ളപ്പോൾ, മർത്യ ശരീരത്തിൽ ജീവന്റെ തുടിപ്പുകൾ ഉള്ളപ്പോൾ, സുവിശേഷത്താൽ, പരിശുദ്ധാത്മ സഹായത്താൽ, ദൈവവചനത്താൽ ഒരുവനിൽ നടക്കുന്ന വീണ്ടും ജനനാനുഭവത്തിന് ദൈവവുമായുള്ള സ്നേഹ കൂട്ടായ്മ ബന്ധത്തിൽ ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു ആത്മീക അനുഭവമുണ്ട്. അതിന് പറയുന്ന പേരാണ് ആത്മീക ജീവൻ. അത് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ, അത് അനുഭവിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെങ്ങനെയുള്ള ബന്ധമാണെന്ന് യോഹന്നാൻ 15 കർത്താവ് പറയുന്നുണ്ട്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് പറഞ്ഞു കൊമ്പിനു മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി എന്ന് പറഞ്ഞാൽ അറിയോ, കൊമ്പും മുന്തിരിവള്ളിയും പോലെ. ആമേൻ പറഞ്ഞേ. വേർപെടാൻ പറ്റാത്തതും വേർപെട്ടാൽ നിലനിൽപ്പില്ലാത്തതുമായ, വേർപെട്ടാൽ അസ്തിത്വ
ബന്ധമില്ലാത്തതുമായ ബന്ധമാണ് ദൈവവുമായുള്ള ബന്ധം. ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, എൻ്റെ കർത്താവുമായുള്ള ബന്ധം അത് ആർക്കും മാറ്റാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഒരുമിച്ച് സ്തോത്രം ചെയ്തു പറ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്നതാര്? കഷ്ടമോ സങ്കടമോ ആപത്തോ വാളോ നഗ്നതയോ ഉപദ്രവത്തിനോ ആഴത്തിനോ ഉയരത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ സാധ്യമല്ല. പ്രിയരേ, ആത്മീയത, ആത്മീക ജീവിതം ദൈവവുമായുള്ള സ്നേഹബന്ധമായിരിക്കണം. രക്ഷാനിർണയത്തിലൂടെ കർത്താവുമായുള്ള ആഴമായ സ്നേഹക്കൂട്ടായ്മ ബന്ധത്തിൽ ഈ മണ്ണിൽ ജീവിക്കുന്ന ആത്മീക അനുഭവമാണ് ആത്മീക ജീവൻ. ഒരാമേനൊന്ന് പറഞ്ഞേ, അതുണ്ടോ? എവിടെയും ഉണ്ടാവും, ഉണ്ടാകണം. 2, ആത്മീക മരണം. ചിന്താശേഷിയും സുബോധവും ഒക്കെ ഉള്ളപ്പോൾ ധാരാളം അവസരം ദൈവം തന്നിട്ടും ബോധപൂർവം, അതിവിടെ പറയേണ്ട കാര്യമല്ല, വിശദീകരിക്കുന്നില്ല, ബോധപൂർവം സുവിശേഷ സത്യങ്ങളിൽ നിന്ന് ഒരുവൻ അകന്നു കഴിയുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് ആത്മീക മരണം. അടുത്തൊന്ന് സ്തോത്രം ചെയ്ത് പറയണം, നിത്യജീവൻ. ഒരാമേ പറഞ്ഞ എന്താ നിത്യജീവൻ? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത ഒരിക്കലും തീരാത്ത ജീവിതമെന്നാ. പക്ഷെ വേദപുസ്തകം നിത്യജീവൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന ഒരിക്കലും തീരാത്ത ജീവിതം എന്ന ആശയത്തിലല്ല. കാരണം ജീവിതം സ്വർഗത്തിൽ മാത്രമല്ല നരകത്തിലും തീരുന്നില്ല. പിന്നീട് ഞാൻ വ്യക്തമാക്കാം, രണ്ടും നിത്യ. അങ്ങനെ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാം, ശ്രദ്ധിച്ചു കേട്ടെ. നമ്മൾ എന്തിനാ സ്വർഗത്തിൽ പോകുന്നേ? എൻ്റെ പാസ്റ്ററെ, അത് വല്ലാത്ത ചോദ്യം, എന്തിനാ സ്വർഗത്തിൽ പോകുന്നു? മുത്ത്, പവിഴം, മാണിക്യം, മരതകം, ഗോമേതകം, പുഷ്യരാഗം, ഇന്ദ്രനീലം എന്നിങ്ങനെ നഗവർണികളോട് കൂടി തീർത്ത സ്വച്ഛ സ്ഫടിക തുല്യമായ തങ്ക താഴിക കുടങ്ങളോട് കൂടിയ പുത്തനാം യെരൂശലേം. അവിടെ നമ്മൾ പാടാറില്ലേ, പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കും. അപ്പം ചിലരെ സ്വർഗത്തിൽ പോകാനിരിക്കുന്ന പുത്തനാം യെരൂശലേമിൽ ഉള്ളതുകൊണ്ടാണ്. വേറെ ചിലർ സ്വർഗത്തിൽ പോകാനിരിക്കുന്ന അവിടെ മുഴുവൻ സ്വർണ്ണ തെരുവീഥി ഉള്ളതുകൊണ്ടാണ്. രാമൻ പറഞ്ഞു പറഞ്ഞു, നിന്മരണം കൊണ്ടെൻ്റെ വണ്ണരകം നീ അകറ്റി എന്നൊക്കെ പാടുമ്പോൾ ഇരുന്ന് ഉറങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പൊന്മണി മാല അവൻ എനിക്ക് തരുമെന്നൊക്കെ കേൾക്കുമ്പോൾ ചാടുന്നവരെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ ഭൗതികതയോടാണല്ലോ അല്പം, അല്ലേ? തെറ്റാന്നല്ല ഞാനീ പറയുന്നത്, അതാ മനുഷ്യന്റെ പ്രവണത അതാ. ഇനി വേറെ ചിലർ സ്വർഗത്തിൽ പോകാനിരിക്കുന്ന സത്യം ഞാൻ പറയാ, സ്വർഗത്തോട് താല്പര്യം ഉള്ളതുകൊണ്ടല്ല, നരകത്തിൽ പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്റേ, എനിക്ക് പ്രതിഫലം ഒന്നും വേണ്ട, ആ സ്വർഗത്തിൻ്റെ പടിയിൽ എങ്ങനെങ്കിലും ഒന്ന് കയറിപ്പറ്റിയാൽ മതി. പലരും സ്വർഗത്തിൽ പോകുന്നത് ദൈവത്തോടുള്ള ഇഷ്ടം കൊണ്ടല്ല, നരകത്തോടുള്ള ഭയം കൊണ്ടാ. ഒരാമേൻ എന്ന് പറഞ്ഞ്. എന്നാൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പൗലോസ് എന്താ പറയുന്നേ? പൗലോസ് എന്തിനാ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ചേ? മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പൗലോസ് എന്താ പറയുന്നത്? വിട്ടുപിരിഞ്ഞാൽ, എല്ലാവരും നല്ല ആമേൻ പറഞ്ഞ്, വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ. പൗലോസിന് സ്വർഗമാകുന്നത് യേശു അവിടെ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇനി ഒരിക്കലും ദൈവത്തെ പിരിയാതെ എന്നേക്കും ദൈവത്തോട് കൂടെ ജീവിക്കുന്ന ജീവിതമാണ് നിത്യജീവൻ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അറിയാവുന്നവർ ഒരുമിച്ച് എന്ന് പറ, ഇങ്ങനെ നാം എപ്പോഴും, കരം ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്ത് പറ, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇനി ഒരിക്കലും ദൈവത്തെ പിരിയാതെ എന്നേക്കും ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കുന്ന
തരാൻ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ, നിത്യജീവൻ തരാൻ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാ. സ്വോത്രം പറ. ഇനി ഒരിക്കലും ദൈവത്തെ പിരിയാതെ നിത്യത മുഴുവൻ ദൈവത്തോടൊരുമിച്ച് ജീവിക്കേണ്ടുന്നതിന് ദൈവം തന്റെ പുത്രനെ മനുഷ്യനായി മണ്ണിലയച്ച് ക്രൂശിൽ മരിക്കാൻ ഏൽപ്പിച്ച് നമ്മെ സ്നേഹിച്ചു. അനർഗളമായ ആ സ്നേഹത്തിന് ആരാധന എന്ന് പറയാൻ ഇന്ന് രാത്രി എങ്ങനെ കഴിയാതിരിക്കും? പ്രിയരെ, ഹൃദയം തുറന്ന് എന്റെ ദൈവത്തിന് നന്ദി പരമേശ്വരോട് പറയണ്ടേ. എന്നിട്ട് ഈ ഭയം പറയാമോ? നിത്യജീവൻ തരാൻ മാത്രമല്ല സ്നേഹിച്ചത്, നശിച്ചു പോകാതിരിക്കാനും സ്നേഹിച്ചു. എന്താ നശിച്ചു പോകാന്ന് പറഞ്ഞു? നിത്യജീവൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നിത്യം മരണം. ഹലോ, നിത്യ അതിന് തിരുവെടുത്ത് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗമാണ് നിത്യനാശം. ഒരു ആമേൻ പറ. 2 തെസ്സലോനി 1:9-10 വായിച്ച് നമുക്ക് നിർത്തിയേക്കാം. 2 തെസ്സലോനി 1:9-10. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ. 2 തെസ്സലോനി 1:1 ആ നാളിൽ അവൻ തന്നെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി. എല്ലാവരും ഒരു ആമേൻ എന്ന് പറഞ്ഞേ. അവിടെ പെടുത്തിരിക്കുന്നത് കേട്ടോ, കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് ഒരിക്കലും ദൈവത്തെ പിരിയാതെ എന്നേക്കും ദൈവത്തോടു കൂടെയുള്ള ജീവിതമാണെങ്കിൽ നരകത്തെ നരകമാക്കുന്നതെന്ത്? നരകത്തിന്റെ ഭയാനകത അവിടെ പുഴുവുണ്ടെന്നല്ല, കൃമി ഉണ്ടെന്നുള്ളത് കൊണ്ടല്ല, അവിടെ തീ ഉണ്ടെന്നുള്ളത് കൊണ്ടല്ല. പുഴുവും കൃമിയും തീയും ഒക്കെ അവിടെയുണ്ട്. പക്ഷെ നരകത്തെ നരകമാക്കുന്നത് എന്താ? അവിടെ കർത്താവിന്റെ സ്നേഹ സാന്നിധ്യമില്ല എന്നുള്ളതാണ്. അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വമില്ല എന്നുള്ളതാണ്. അങ്ങനാണെങ്കിൽ നിത്യനാശം എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഒരിക്കലും ദൈവത്തോടടുക്കാൻ കഴിയാതെ, ഇനി അവിടെ നിന്ന് ഒരു മടങ്ങി വരവില്ലാതെ, ദൈവത്തോടടുക്കാൻ ഒരു കാലത്തും കഴിയാതെ എന്നേക്കും ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്ന അനുഭവമാണ് നിത്യനാശം. അതാണ് നിത്യ നരകം. ആ നിത്യ നരകത്തിൽ, നിത്യനാശത്തിൽ ഇനി ഒരു മടങ്ങി വരവിന് അവസരമില്ലാതെ എന്നേക്കും ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്ന അനുഭവം ഉണ്ടാകാതിരിക്കാനാണ്, ആ നിത്യ മരണം ഉണ്ടാകാതിരിക്കാനാണ്, ആ നിത്യനാശം ഇല്ലാതെ ആകേണ്ടുന്നതിനാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചത്. അതരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അങ്ങനെ 18-ാമത്തെ വാക്യം ഞാൻ പറയാ. സ്നേഹത്തിൽ ഭയമില്ല. സ്നേഹത്തിൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ. ഒരു നല്ല ആമേൻ പറഞ്ഞു. ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. ഒരു നല്ല ആമേൻ പറ. എന്നാൽ ആ മരണഭയം മാറി. എങ്ങനെ മാറി? ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, യേശുവിൻ്റെ ജഡത്തിലെ വെളിപ്പാടിനാൽ, കർത്താവിൻ്റെ മരണത്താൽ എനിക്ക് നിത്യജീവൻ കിട്ടിയതിനാൽ നശിച്ചു പോകാതിരിക്കാൻ എന്നെ സ്നേഹിച്ചു. ആ സ്നേഹം കൊണ്ടും മരണം കൊണ്ടും ഈ എൻ്റെ നിത്യ നരകം ഒഴിവായി. ആ നരകം ഒഴിവായെന്ന് ഉറപ്പുള്ളവർക്കാണ് രക്ഷാനിർണയത്താൽ, ദൈവകൃപയാൽ, ദൈവ സ്നേഹത്താൽ നമുക്ക് കിട്ടിയ അനുഗ്രഹമാണ് മരണഭയം കൂടാതെയുള്ള ജീവിതം. കരമുയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി ദൈവമക്കൾ ഒരുമിച്ച് പറ, യേശു ക്രിസ്തുവിൽ ആയി തീർന്നതിനാൽ. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പറഞ്ഞേ, യേശു ക്രിസ്തുവിൽ ആയി തീർന്നതിനാൽ മരണഭയം
പൗരുഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം തന്ന ദൈവത്തിനു സ്തോത്രമെന്ന് ഇന്ന് രാത്രി ആർത്തു പറയാൻ മനസ്സുള്ള എല്ലാവരും ഒരു 30 സെക്കൻഡ് കരമടിച്ച് അന്യഭാഷയിൽ ദൈവത്തിനു സ്തോത്രം ചെയ്യാം. യേശു കർത്താവിന് ഈ രാത്രി ആരാധന അർപ്പിക്കാം. എല്ലാവർക്കും ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. 1 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടത് പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. സഹോദരങ്ങളെ, പലരെയും നമുക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാ. സമ്പത്തുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മരണഭയം കൊണ്ട് നീറുന്നവരാ. ഭയത്തിന് ദണ്ഡനമുണ്ട് കേട്ടോ. സ്തോത്രം, സ്തോത്രം. എന്നാൽ മരണഭയം കൂടാതെ ജീവിക്കാൻ, ഇന്ന് കണ്ണ് തിരുമി അടച്ചാൽ നിത്യത എവിടെയാണെന്നുള്ള ഉറപ്പോടെ ജീവിക്കാൻ, രക്ഷയുടെ സന്തോഷത്തോടെ ജീവിക്കാൻ, ദൈവകൃപയിൽ ജീവിക്കാൻ നമുക്ക് ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ ഭാഗ്യത്തിന് ഇന്ന് രാത്രി സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാം. നമ്മെ നാമാക്കി മാറ്റുന്നത് ഭയത്തിന്റെ ദണ്ഡനമില്ലാതെ നിത്യതയുടെ വെളിപ്പാടോടും നിത്യതയുടെ ഉറപ്പോടും കൂടെ ഈ മണ്ണിൽ ജീവിക്കാൻ കഴിയുന്ന ആത്മീക ജീവിതമാണ്. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ, നിൻ തിരുനാമം നിമിത്തം നീതിമാർഗത്തിൽ തിരിച്ചു. എൻ്റെ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിച്ചതല്ലേ? ഞങ്ങളെ സ്നേഹിച്ചല്ലോ, ഞങ്ങളെ സ്നേഹിച്ചല്ലോ. ആദ്യം ഞങ്ങളെ സ്നേഹിച്ചല്ലോ, അനാദിയിലെ ഞങ്ങളെ സ്നേഹിച്ചല്ലോ. ഞങ്ങളുടെ അയോഗ്യതകൾ ഓർക്കാതെ ഞങ്ങളെ സ്നേഹിച്ചല്ലോ. അങ്ങയുടെ പുത്രനെ മനുഷ്യനായി മണ്ണിൽ അയച്ച് ആ സ്നേഹം വെളിപ്പെടുത്തിയല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ക്രൂശിൽ അതിവേദന അനുഭവിച്ച് ആ മരണം വെളിപ്പെടുത്തിയല്ലോ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇനി ഒരിക്കലും ഞങ്ങളുടെ ദൈവത്തെ പിരിയേണ്ടി വരാത്ത, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. അങ്ങേ പിരിയാതെ എന്നേക്കും അങ്ങയോട് കൂടെ ജീവിക്കുന്ന നിത്യജീവൻ ഞങ്ങൾ കൈക്കാത്തിരിക്കുന്നു. ആ നിത്യജീവൻ തരാൻ ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് നന്ദി. നിത്യനാശം, നിത്യനരകം ഒഴിവാക്കിയതിനാൽ നന്ദി. കർത്താവേ, മരണഭയമില്ലാതെ, ഭയത്തിൻ്റെ ദണ്ഡനമില്ലാതെ, പ്രശ്നങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. കർത്താവേ, മനുഷ്യരെന്ന നിലയിൽ പരിധികളും പരിമിതികളുമുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ ഭയമില്ലാതെ, ഭയത്തിന്റെ ദണ്ഡനമില്ലാതെ കർത്താവിലുള്ള ഉറപ്പാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് പോലെ ആ ഉറപ്പോടെ
ആ ധൈര്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു ആത്മീക അനുഭവം ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സ്തോത്രം. അതിൻ്റെ അധികം വെളിപ്പാട് ഞങ്ങൾക്ക് തരണേ. അങ്ങ് ജീവിപ്പാൻ കൃപ തരണേ. ഞങ്ങളുടെ വിലപ്പെട്ട ദാസന്മാർ, ഈ ദൈവസഭയെ, ദൈവമക്കളെ അനുഗ്രഹിക്കണേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ.